Hello and welcome back to our channel. നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ കുറേ പുതിയ പെർഫ്യൂംസ് ട്രൈ ചെയ്യുന്ന വീഡിയോ ആണ്. ട്രൈ ചെയ്യുന്ന വീഡിയോ അല്ല, ആക്ച്വലി ഇതെല്ലാം ഞാൻ ട്രൈ ചെയ്തതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള പെർഫ്യൂംസ് ഒക്കെയാണ് ഞാൻ കാണിക്കുന്നത്. ഇതെല്ലാം തന്നെ അഫോർഡബിൾ ആയിട്ടുള്ള പെർഫ്യൂംസ് ആണ് കേട്ടോ. ഒന്നും ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള പെർഫ്യൂംസ് ഇല്ല, എല്ലാം അഫോർഡബിൾ ആയിട്ടുള്ളതാണ്. പിന്നെ ഒരു പ്രത്യേകത വന്നിട്ട് നമ്മുടെ ചാനലിൽ ഇത് ആദ്യമായിട്ടായിരിക്കും ഒരു പെർഫ്യൂമിൻ്റെ വീഡിയോ വരുന്നത്. എനിക്കങ്ങനെ പെർഫ്യൂംസ് അത്ര ഇഷ്ടമുള്ള ഒരാളല്ലായിരുന്നു. എനിക്കങ്ങനെ ഒരുപാട് സ്മെല്ലൊക്കെ വന്നു കഴിഞ്ഞാൽ തലവേദനയൊക്കെ എടുക്കുന്ന അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ആളായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ മാറ്റിക്കൊണ്ട് വരാൻ ശ്രമിക്കുകയാണ്. പിന്നെ നമ്മുടെ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് പെർഫ്യൂംസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരുടെ പേഴ്സണൽ ഇഷ്ടമാണ് കേട്ടോ. കാരണം എനിക്ക് ഒരു നല്ല സ്മെല്ലാണ് തോന്നുന്നത്, അല്ലെങ്കിൽ നല്ലൊരു ഫ്രാഗ്രൻസ് ആണെന്ന് തോന്നുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നണമെന്നില്ല. നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്നത് എനിക്കും തോന്നണമെന്നില്ല. കാരണം നമുക്ക് ഓരോരുത്തർക്ക് ഓരോരോ പ്രിഫറൻസ് ആണ് ഇങ്ങനെ ഫ്രാഗ്രൻസ് വൈസ് വരുമ്പോഴേക്കും. അപ്പോൾ അതൊന്ന് മനസ്സിൽ വെക്കുക. പിന്നെ നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പറയാൻ പറ്റില്ല, തിരിഞ്ഞോളും. ഈ താഴെ കാണുന്ന ഈ ഒരു സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഫാമിലി മെമ്പറായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും. മെമ്പർ എന്ന് പറഞ്ഞാൽ മറ്റേ മെമ്പർഷിപ്പ് കേട്ടോ, അല്ലാതെ നമ്മുടെ ഫാമിലി മെമ്പറായിട്ട് വരാൻ പറ്റും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു സ്കിൻ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ, സ്കിൻ ബൈ ടൈറ്റാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ സെലസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു റേഞ്ചിൽ വരുന്ന പെർഫ്യൂമാണ് കേട്ടോ. ഇങ്ങനത്തെ ഒരു പിങ്ക് കളറിലുള്ള ഒരു പെർഫ്യൂമാണ്. കാണുമ്പോൾ തന്നെ നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ. ഞാനിതിൻ്റെ ചെറിയ ബോട്ടിലാട്ടോ മേടിച്ചത്. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെടോ ഇല്ലയോ എന്ന് അറിയത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറുതാണ് ആദ്യമേ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അത് അത്യാവശ്യം നാൾ ലാസ്റ്റ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നണേ. കാരണം പെർഫ്യൂംസ് നമ്മൾ ഒരുപാട് എടുക്കുന്നില്ലല്ലോ. ഇനി ഇതിൻ്റെ ഒരു പാക്കേജിങ് വന്നിട്ട് ഇതേപോലത്തെ ഒരു സാമ്പിൾ സൈസിലെ പോലത്തെ ചെറിയൊരു കുഞ്ഞു പാക്കേജിങ് ആണ്. ഒരു സിൽവർ ക്യാപ്പൊക്കെ ഉണ്ട്. എൻ്റെ ബോട്ടിൽ കാണാൻ തന്നെ നല്ല രസമുണ്ടല്ലേ, നല്ലൊരു ക്യൂട്ടായിട്ട് ഭയങ്കര ഒരു ഭയങ്കര ലക്ഷറിയസ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു രസമുള്ളൊരു ക്യൂട്ടായിട്ടുള്ള രസമുള്ളൊരു ബോട്ടിൽ. ഇത് നമുക്കിത് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോഴേക്കും നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റുന്ന പോലത്തെ സംഭവം. ഇതിൻ്റെ സ്മെല്ലുണ്ടല്ലോ, ഒരു ഫ്ലോറൽ കൈൻഡ് ഓഫ് ഒരു ഫ്രൂട്ടി ഫ്ലോറൽ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ്. കൂടുതലും നമുക്ക് ഫ്ലോറൽ സ്മെല്ലാണ് കിട്ടുന്നത്, അതായത് പൂക്കളുടെ ഒക്കെ പോലത്തെ സ്മെല്ലില്ലേ. അതിൻ്റെ കൂടെ ഒരു ഫ്രൂട്ടി ഫ്രാഗ്രൻസും കൂടി ഉണ്ട് കേട്ടോ. പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനെ ഫ്ലോറൽ കൈൻഡ് ഓഫ് മണങ്ങൾ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ചൂസ് ചെയ്യാം. എനിക്ക് കുറച്ചും കൂടി ഫ്രൂട്ടി സ്മെല്ലാണ് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടത്. എനിക്കിപ്പോഴാണ് എനിക്ക് ഇഷ്ടങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലായി. എനിക്ക് ഫ്രൂട്ടി വുഡൻ കൈൻഡ് ഓഫ് സ്മെല്ലാണ് ഇഷ്ടം. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തത് സ്വീറ്റ് ആയിട്ടുള്ള സ്മെല്ലാണ്. ചോക്ലേറ്റിൻ്റെ അല്ലെങ്കിൽ വാനില അതൊന്നും എനിക്ക് പറ്റില്ല. എനിക്ക് ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഇതാണ്. ഇത് അന്നക്കുട്ടിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ ഇങ്ങനെ സ്മെല്ല് ചെയ്യിപ്പിച്ചപ്പോഴേക്കും ഞാൻ എല്ലാത്തിൽ നിന്നും സ്മെല്ല് ചെയ്യിപ്പിച്ചതിൽ നിന്നും ഇത് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ലൊരു ലക്ഷറി ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു പെർഫ്യൂമിൻ്റെ സ്മെല്ല് പോലെ ഉണ്ടെന്ന് പറഞ്ഞാൽ ആളിങ്ങനെ പെർഫ്യൂംസ് ഒക്കെ ഒത്തിരി യൂസ് ചെയ്യുമല്ലോ. ഇനി അടുത്തത് വന്നിട്ട് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. ഈ കൂട്ടത്തിൽ എനിക്കിപ്പോൾ കാണിച്ച സ്കിന്നിൻ്റെ എനിക്ക് ഇഷ്ടപ്പെട്ടു, എന്നാലും അതിൽ നിന്നൊരു ചെറിയ പൊടിക്ക് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഇതാണ് കേട്ടോ. നിങ്ങൾക്ക് തീർന്നിരിക്കണം കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമായിരിക്കും ഇത് തമ്മിൽ എന്തോരം തീർന്നിട്ടുണ്ട് എന്നുള്ളത് കാണുമ്പോഴേക്കും. ഇത് ഞാൻ കുറച്ചധികം തവണ എടുത്തിട്ടുണ്ട്. ഇത് അതിനേക്കാട്ടിലും ഒരുപാട് തവണ എടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും തീർന്നിട്ടുണ്ട്. ഇത് പ്ലമ്മിൻ്റെ ബോഡിലോവിൻ ട്രിപ്പിൻ മിമോസസ് എന്ന് പറഞ്ഞിട്ടുള്ള, അങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യണമെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനത്തെ പെർഫ്യൂമാണ്. ഇതും ഞാൻ ചെറുതാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ വലുത് മേടിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെറുത് വാങ്ങി ആദ്യമേ ട്രൈ ചെയ്തതിന് ശേഷം നമുക്ക് വലുത് വാങ്ങാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ ഒരു സ്മെല്ല് വന്നിട്ട് സിട്രസി കൈൻഡ് ഓഫ് സ്മെല്ലാണ്. സിട്രസി സ്മെല്ലെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ലെമൺ സിട്രസ് ഇല്ലേ, ആ ഒരു മണമല്ല, അല്ലാത്ത ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ച് കട്ട് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്കൊരു മണം ഉണ്ടാവില്ലേ. ഇരുന്ന് കഴിയുമ്പോഴുള്ള ഓറഞ്ച് അല്ല, നിങ്ങൾക്ക് ഓറഞ്ച് എടുത്ത് ഓറഞ്ചിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരു നല്ലൊരു മണം വരില്ലേ, ആ ഒരു സ്മെല്ലാട്ടോ ഇതിന്. ഭയങ്കര ഫ്രഷ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനത്തെ ഒരു നല്ലൊരു ആ ഒരു ഫ്രൂട്ടി സ്മെല്ലാണ്. ഇതിനകത്ത് ഫ്ലോറൽ ഒന്നുമില്ല, ഒള്ളി ഫ്രൂട്ടി സ്മെല്ല്. ഫ്രൂട്ടി ഒള്ളി എന്ന് പറഞ്ഞാൽ ഓറഞ്ചിൻ്റെ മണം. ഞാൻ ഈ പ്ലമ്മിൻ്റെനകത്ത് ഈ ഒരു വേരിയൻറ്റ് കണ്ടിട്ടേ ഇല്ല കേട്ടോ. ഇവരുടെ ഞാൻ കണ്ടിട്ടുള്ളത് വാനില കണ്ടിട്ടുണ്ട്. വാനില എനിക്ക് ഒട്ടും പറ്റില്ല. അതെനിക്ക് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എനിക്ക് എവിടെയെങ്കിലും അടിച്ചിട്ടുണ്ടെങ്കിൽ തലവേദന എടുക്കും. അതുപോലെ ക്യാരമലിൻ്റെ സ്മെല്ല്, അതൊക്കെ എനിക്ക് എവിടെയെങ്കിലും കേട്ട് കഴിഞ്ഞാൽ അപ്പം എനിക്ക് തലവേദന എടുക്കാൻ തുടങ്ങും. പക്ഷെ ഇതിനങ്ങനെയില്ല, നല്ലൊരു ഇത് കുറേ നേരം നിൽക്കുകയും ചെയ്യും കേട്ടോ. പിന്നെ നിങ്ങൾ ഈ പെർഫ്യൂംസ് മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് EDP എന്നുണ്ട്, EDT ഉണ്ട്, പിന്നെ നമ്മുടെ ഈ ഒരു ബോഡി മിസ്റ്റ് ഇല്ലേ. അപ്പോൾ ഇതിനകത്ത് ഈ EDP എന്നുള്ളത് ഒരുപാട് നേരം ലോങ് ലാസ്റ്റ് ചെയ്യും. EDT എന്നുള്ളത് കുറച്ച് നേരമാണ് ലോങ് ലാസ്റ്റ് ചെയ്യുക. ഈ ഒരു പെർഫ്യൂം അടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു അത്യാവശ്യം ഒരു 5 to 6 hours ഒക്കെ നിൽക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ രാവിലെ അടിച്ചിട്ടുണ്ടെങ്കിൽ രാത്രി ആവണ വരെ ഒരു ആ ചെറിയൊരു മണം നമുക്കിങ്ങനെ ഉണ്ടാവും. അതുപോലെ തന്നെ ഈ സ്കിൻ ബൈ ടൈറ്റാൻ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇത് കുറച്ചും കൂടി ലോങ് ലാസ്റ്റ് ചെയ്യും കേട്ടോ. ഇതിനെക്കാട്ടിലും കുറച്ചും കൂടി എനിക്കിത് ലോങ് ലാസ്റ്റ് ചെയ്യണ പോലെ തോന്നിയിട്ടുണ്ട്. ഇതും EDP ആണ്.
അപ്പോൾ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. പക്ക ഫ്രൂട്ടി ഓറഞ്ചിൻ്റെ ആ ഒരു കൈൻഡ് ഓഫ് ഓറഞ്ച് എന്നല്ല, സിട്രസി ഫ്രൂട്ട്സിൻ്റെ എല്ലാത്തിൻ്റെ ആ ഒരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യും. ഇനി അടുത്തത്തെ പെർഫ്യൂം വന്നിട്ട് ഈ ഒരു വാട്ടർ ഗേൾ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ബോഡി മിസ്റ്റാണ് കേട്ടോ. ഇതൊരു പെർഫ്യൂം അല്ല, ബോഡി മിസ്റ്റാണ്. ഈ പെർഫ്യൂമും ബോഡി മിസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, പെർഫ്യൂം നമുക്ക് കുറച്ച് ലോങ് ലാസ്റ്റ് ചെയ്ത് നിൽക്കും. അതിനകത്ത് തന്നെ ഈ ഒരു EDTയും EDPയും നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഈ ഒരു ബോഡി മിസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ലെയർ ചെയ്യേണ്ട. ഇത് മിസ്റ്റിക് ഐലൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള റേഞ്ചാണ്. മിസ്റ്റിക് ഐലൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള റേഞ്ച്. ഇത് നിങ്ങളിപ്പോൾ ഒരു തവണ ഇട്ട് ഒരു ഉച്ചയെന്നല്ല, ഒരു 2 to 3 hours കഴിയുമ്പോൾ വീണ്ടും നിങ്ങൾ ബോഡി മിസ്റ്റ് റീഅപ്ലൈ ചെയ്യുക. എങ്കിലാണ് ആ ഒരു സ്മെല്ല് നിൽക്കുള്ളൂ. ഇത് 2-3 തവണ അടിക്കാനുള്ളതാണ് ബോഡി മിസ്റ്റ്. ഒരുപാട് സ്മെല്ലുണ്ടാവില്ല. ഒരു മൈൽഡ് എന്നാൽ നിങ്ങൾക്ക് ഒത്തിരി മണങ്ങൾ അങ്ങനെ ഇഷ്ടമില്ലാത്ത ആളാണെങ്കിൽ ആദ്യമേ തന്നെ മിസ്റ്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഇതിൻ്റെ ഒരു സ്മെല്ല് വന്നിട്ടുണ്ടല്ലോ, ഒരു ആപ്പിളിൻ്റെ ഒരു സ്മെല്ല്, അതുപോലെ പിയർ, ആപ്പിൾ, പിന്നെ ചെറിയൊരു ഫ്ലോറൽ എവിടെ ഉണ്ട്. കൂടുതൽ ഫ്രൂട്ടി സ്മെല്ലാണ്. ഫ്രൂട്ടീനകത്ത് ചെറിയൊരു ഫ്ലോറൽ സ്മെല്ലുണ്ട്. പിന്നെ ഇതിനകത്ത് ഇവർ നോട്ട്സിനകത്ത് ഫ്രാഗ്രൻസ് നോട്ട്സ് എന്ന് പറഞ്ഞ് കൊടുത്തതിനകത്ത് സാൻഡൽവുഡ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് സാൻഡൽവുഡിൻ്റേതായിട്ടുള്ള മണമൊന്നും, ചിലപ്പോൾ ബേസ് നോട്ടായിരിക്കും, സാൻഡൽവുഡിൻ്റേതായിട്ടുള്ള അങ്ങനത്തെ ഒരു മണം എനിക്ക് വന്നില്ല. എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് ഫീൽ ചെയ്തത് ഇതിനകത്തൊരു ഫ്രൂട്ടി സ്മെല്ല് നന്നായിട്ടുണ്ട്. ചെറിയൊരു ബിറ്റ് ഓഫ് ഫ്ലോറൽ സ്മെല്ലും ഉണ്ട്. നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു മണമാണ്. ഇത് അടുത്ത പെർഫ്യൂം വന്നിട്ട് ഇതാണ്. ഇത് ബോഡി ക്യൂപിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ സീക്രട്ട് ലവ് റേഞ്ചിലുള്ളതാണ് കേട്ടോ. ഇതിൻ്റെ ബോട്ടിൽ കാണാൻ നല്ല ഭംഗിയിൽ, ഭയങ്കര ഒരു ക്യൂട്ടായിട്ടുള്ള, ഭയങ്കര ഒരു ലക്ഷറിയസ് ഫീല് തോന്നിക്കുന്ന പോലത്തെ അങ്ങനത്തെ ഒരു ക്യൂട്ടായിട്ടുള്ള ബോട്ടിൽ. ഈ ഒരു പെർഫ്യൂമിനകത്ത് എനിക്ക് ഫീൽ ചെയ്തത് ഇതിന് ഫ്ലോറൽ സ്മെല്ലും അതുപോലെ ഫ്രൂട്ടി സ്മെല്ലും ഈക്വൽ ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ആയിട്ടാണ് ഫീൽ ചെയ്തത്. അങ്ങനെ എന്താ ഒരു ചെറിയൊരു മസ്കി സ്മെല്ലുണ്ട്. അങ്ങനെ ഓവർ പവറിങ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടിനെസ്സോ ഫ്ലോറൽ അങ്ങനത്തെ ഒന്നുമില്ല. എല്ലാം ഈക്വൽ ആയിട്ടുള്ളതാണ്. ഒരു ഫെമിനിൻ, നമ്മളെല്ലാ ഇങ്ങനെ എന്താ പറയുക, ഫീമെയിൽ പെർഫ്യൂംസ് എന്ന് ആലോചിക്കുമ്പോൾ വരുന്ന ഒരു സ്മെല്ലില്ലേ, അങ്ങനത്തെ ഒരു മണമാണ്. മണങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. അങ്ങനത്തെ ഒരു മണാട്ടോ. ഇതിൻ്റെ ബേസ് എന്തൊക്കെയാണ് ഇതിൻ്റെ നോട്ട്സ് കൊടുത്തിട്ടുള്ളതെന്ന് പറയാം. ഇത് ഫ്രൂട്ടി ഫ്രാഗ്രൻസ് ആണ് കേട്ടോ അവർ മെൻഷൻ ചെയ്തിട്ടുള്ളത്. മണ്ടാരിൻ ഓറഞ്ച്, ആപ്രിക്കോട്ട് ആൻഡ് പീച്ച്, പിന്നെ സെക്കൻഡ് നോട്ട്, മിഡിൽ നോട്ടായിട്ട് വൈൽഡ് ഓർക്കിഡ് ആൻഡ് ഓറഞ്ച് ബ്ലോസം, ബേസ് നോട്ടായിട്ട് ആംബർ, സിഡർവുഡ് ആൻഡ് മസ്ക് ആണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ ഒക്കെ തന്നെ അല്ലേ. ഫ്രൂട്ടി ആൻഡ് ഫ്ലോറൽ ഉണ്ട് ഇതിൽ. വൈൽഡ് ഓർക്കിഡ് എന്ന് പറഞ്ഞാൽ ഫ്ലോറൽ അല്ലേ, ഫ്ലോറൽ, പിന്നെ ഒരു ചെറിയൊരു മസ്കി സ്മെല്ലും. മസ്കി സ്മെൽ അങ്ങനെ എടുത്തിക്കണമൊന്നുമില്ല. ഫ്ലോറലും ഫ്രൂട്ടിയും തന്നെ അത് തമ്മിലുള്ളൊരു മാച്ച്, അതെ മിക്സ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തേ. പക്ഷെ ഇതിനെക്കാട്ടിലും എനിക്ക് നേരത്തെ കാണിച്ചാട്ടോ ഇച്ചിരി കൂടി ഇഷ്ടപ്പെട്ടത്. പിന്നെ ഇത് ലോങ് ലാസ്റ്റ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേത് രണ്ടിൻ്റെ അത്രയും ലോങ് ലാസ്റ്റ് ചെയ്യുന്ന പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല. പിന്നെ ഈ എല്ലാ പെർഫ്യൂംസും ഉണ്ടല്ലോ നമ്മുടെ ശരീരത്തിനോട് ചേർന്ന് കഴിയുമ്പോഴേക്കും പ്രത്യേക ഒരു സ്മെല്ലായി മാറും. നമ്മുടെ ഫ്രണ്ട് ഇതേ പെർഫ്യൂം യൂസ് ചെയ്ത് അവർക്കുള്ള സ്മെല്ലായിരിക്കില്ല, അവർക്കുള്ള ഒരു ഫ്രാഗ്രൻസ് ആയിരിക്കില്ല നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുക. കാരണം നമ്മുടെ വെയർപ്പുമായിട്ട് മിക്സ് ചെയ്യുമ്പോഴേക്കും നമ്മുടേതായിട്ടുള്ള ഓൺ ഒരു സ്മെല്ലായിരിക്കും വരുന്നത്. ഇനി അടുത്ത പെർഫ്യൂം വന്നിട്ട് ഇതാണ്. ഇത് ഗ്രീൻ എന്ന് പറഞ്ഞിട്ടുള്ള മിനീസോടെ ആണ് കേട്ടോ. ഡാനിഷ് ഗ്രീൻ എന്ന് പറഞ്ഞിട്ടുള്ള വേരിയൻറ്റിലുള്ളതാണ്. ഇത് EDP പെർഫ്യൂമാണ് കേട്ടോ. EDP പെർഫ്യൂമാണ്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ പറയുക, ഞാൻ അത് ആമസോണിൽ നിന്ന് കേട്ടോ മേടിച്ചേ. ആമസോണിൽ നിന്ന് മേടിച്ച ഇതിനകത്ത് ഈ ഒരു ബോട്ടിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ ബോട്ടിൽ ഞാൻ നിൽക്കുമ്പോൾ കാണിക്കുന്ന പെർഫ്യൂം ഇതാണ്. ഈ പെർഫ്യൂം ഞാൻ എന്തോരം ഇതിൻ്റെ ലിങ്ക് എടുക്കാൻ നോക്കിയിട്ടും കാണുന്നില്ല, ഈ പെർഫ്യൂമേ കാണുന്നില്ല. അപ്പം നിങ്ങൾക്കിത് മേടിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതിൻ്റെ ഒരു സ്മെല്ല് വന്നിട്ട് എന്താ പറയുക, ഗ്രീൻ ആപ്പിൾ ഫ്ലേവറാണ് എനിക്കിത് ഫീൽ ചെയ്തത്. ഡാനിഷ് ഗ്രീൻ എന്നാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ നോട്ട്സൊക്കെ എടുക്കാൻ നോക്കിയിട്ട് എനിക്കിതിനകത്ത് കാണുന്നില്ല എന്നുള്ളതാണ്. ഞാൻ ഈ എടുത്തിട്ടുണ്ടായിരുന്ന ഗ്രീൻ ആപ്പിളിൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ ഇതിനകത്ത് കാണുന്നത് ഈ ഒരു പെർഫ്യൂം ആട്ടോ, സമ്മർ ഡ്രീം എന്ന് പറഞ്ഞിട്ടുള്ള പെർഫ്യൂം. ഇതിനകത്ത് ഇവർ കൊടുത്തിട്ടുള്ള വുഡി നോട്ട്സ്, ഫ്രൂട്ടി ആൻഡ് ഫ്ലോറൽ ബ്ലെൻഡ് എന്നാണ് കൊടുത്തേക്കണേ. ഇതിൻ്റെ എനിക്ക് നോട്ട്സ് ഇതിൽ നോക്കാനായിട്ട് അവൈലബിൾ അല്ല കേട്ടോ, ഇതിനകത്ത് കാണുന്നില്ല. ഒരു ഫ്രൂട്ടി സ്മെല്ലാണ് ഇതിനകത്തുള്ള, അങ്ങനെ ഫ്ലോറൽ ടച്ച് എനിക്ക് ഫീൽ ചെയ്യണില്ല. ഒരു ഫ്രൂട്ടി സ്മെല്ലാണുള്ളത്. എനിക്ക് തോന്നുന്നു ഇതിനെക്കാട്ടിലും കുറച്ചുകൂടി ബെറ്റർ സൺസെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റേഞ്ച് ഉണ്ട്, അതാണ് തോന്നുന്നു. കാരണം കമൻറ്റ് സെക്ഷനിലൊക്കെ ഒത്തിരി പേര് സൺസെറ്റ് വാങ്ങിയിട്ടുള്ളതാണ് കണ്ടത്. പക്ഷെ എനിക്ക് അങ്ങനത്തെ കുറച്ച് പിങ്ക് അല്ലെങ്കിൽ റെഡ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ചൊരു സ്വീറ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ ഓൾറെഡി അങ്ങനത്തെ ഒരെണ്ണം മേടിച്ചേക്കണോണ്ട് ഞാൻ ഈ കളർ നോക്കി മേടിച്ചാണ്. എനിക്കങ്ങനെ പെർഫ്യൂംസിനെ കുറിച്ചിട്ട് വലിയ ധാരണ ഇല്ലാത്തതിനാൽ ഞാൻ ഈ ഗ്രീൻ എങ്ങനെ ഉണ്ടാവും എന്നറിയാൻ വേണ്ടിയിട്ട് വുഡി സ്മെല്ല്, എനിക്ക് വുഡി സ്മെല്ല് ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ വല്ലതാണോ എന്ന് അറിയാനായിട്ട് മേടിച്ചാൽ കേട്ടോ. പക്ഷേ ഇതിപ്പോൾ ഇല്ല. അപ്പോൾ ഞാൻ ഇത് പറയണതിൽ പ്രസക്തി ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ.
ഇനി നമ്മുടെ നെക്സ്റ്റത്തെ പെർഫ്യൂം വന്നിട്ട് ഇതാണ്. ഇത് വെനീസ് എൻവി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിലെ പെർഫ്യൂമാണ് കേട്ടോ. ഇത് നാച്ചുറൽ സ്പ്രേ എന്നാണ് എഴുതിയേക്കുന്നത്. ഇതിൻ്റെ വേറെ ഒരു പിങ്ക് കളറിലും കൂടി ഉണ്ട് തോന്നുന്നു. ഇത് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് ഈ നോർമൽ ആയിട്ടുള്ളതാണ്. ഇതിനൊക്കെ നല്ല റിവ്യൂ ഉള്ളതാണ് കേട്ടോ. ഞാൻ മേടിച്ചിട്ടുള്ള എല്ലാം തന്നെ ആമസോണിൽ നല്ല റിവ്യൂ ഉള്ള പ്രോഡക്റ്റാണ്. ഇതിൻ്റെ ഒരു സ്മെല്ലെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, സാൻഡൽവുഡോ അങ്ങനത്തെ ഒരു വുഡി കൈൻഡ് ഓഫ് സ്മെൽ, അല്ലെങ്കിൽ ഒരു മസ്കി സ്മെല്ല്, ബിറ്റ് ഓഫ് ഫ്ലോറൽ, അങ്ങനത്തെ ഒരു ചെറിയൊരു ഫ്ലോറൽ സ്മെല്ലുണ്ട്. ഫ്രൂട്ടി സ്മെല്ലില്ല കേട്ടോ, ഫ്ലോറൽ സ്മെല്ലുണ്ട്. പിന്നെ ഇങ്ങനെ സാൻഡൽവുഡ് അങ്ങനത്തെ കുറച്ച് വുഡി സ്മെല്ലും കുറച്ചൊരു മസ്കി സ്മെല്ലും. എനിക്കിത് ശരിക്കും ഇങ്ങനെ നമ്മൾ പെർഫ്യൂം ഷോപ്സിലോട്ട് കയറുമ്പോഴേക്കുള്ള ആ ഒരു മണല് കുറച്ചൊരു സ്ട്രോങ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ്. ഞാൻ ഈ കാണിച്ചു തന്നതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഈ ഒരു പെർഫ്യൂമാണ് കേട്ടോ. ഇതിൻ്റെ ബോട്ടിൽ കാണാൻ നല്ല രസമുണ്ടല്ലോ, ഒരു ഫ്രോസൺ ഗ്ലാസ് ബോട്ടിൽ വിത്ത് പ്ലാസ്റ്റിക് ക്യാപ്പാണ്. ഇത് ഫോർ വുമൺ എന്നുള്ള പെർഫ്യൂമാണ്, പക്ഷെ ഒരു മസ്കുലർ സ്മെല്ലാട്ടോ. ആക്ച്വലി ഇങ്ങനെ എന്താ പറയുക, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സെപ്പറേറ്റ് അങ്ങനെ ഫ്രാഗ്രൻസ് ഒന്നും ഇല്ല എന്നാണ്. എല്ലാ സ്മെല്ലും ഓരോരുത്തരുടെ പ്രിഫറൻസ് അല്ലേ. എനിക്ക് അന്നക്കുട്ടിയുടെ പെർഫ്യൂം ഇഷ്ടമായിട്ടാണ്. ഒരു ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെർഫ്യൂം ഉണ്ട്, അത് ഭയങ്കര രസമുള്ളൊരു സ്മെല്ലാണ്. അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ള ബോയ്സിൻ്റെ പെർഫ്യൂംസ് ഇഷ്ടമുള്ള പെൺകുട്ടികളൊക്കെ ഉണ്ട് വെയർ ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനത്തെ പെർഫ്യൂംസ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കാം. കുറച്ചൊരു സ്ട്രോങ് ആയിട്ടുള്ള സ്മെൽ ഇഷ്ടമാണെങ്കിൽ. എനിക്ക് ഈ കൂട്ടത്തിൽ എനിക്ക് ലീസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഇതായിരിക്കും. എനിക്ക് അങ്ങനെ കുറച്ചൊരു സ്ട്രോങ് ആയിട്ടുള്ള സ്മെല്ല് ഇഷ്ടമല്ല. അങ്ങനത്തെ ഒരു മസ്കി, ആ ഒരു അത്തർ കൈൻഡ് ഓഫ് അങ്ങനത്തെ സ്മെല്ലില്ല, അതിനോട് എനിക്ക് അത്ര താല്പര്യമില്ല. ഇതിന് അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഒരു സ്മെല്ലാണുള്ളത്. ഇനി അടുത്ത് വന്നിട്ട് ഞാൻ കുറച്ച് അണ്ടർ ആം റോൾ ഓൺ കാണിച്ചു തരാം. ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഏതൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരെണ്ണമാണ്. ഇതെല്ലാം നിവ്യയുടെ ആട്ടോ, ഡവിൻ്റെ നിവ്യയുടെ ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. വേറെ യൂസ് ചെയ്തിട്ടുണ്ടോ? വേറെ അങ്ങനൊന്നും യൂസ് ചെയ്തിട്ടില്ല തോന്നുന്നു. നിവ്യയും ഡവുമാണ് ഞാൻ കൂടുതലും റോൾ ഓൺസ് യൂസ് ചെയ്തിട്ടുള്ളത്. കൂടുതൽ നിവ്യയിലാണ് എത്തിച്ചേരാറുള്ളത്. ഇത് ഫ്രഷ് നാച്ചുറൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റേഞ്ചാണ്. ഇതിൻ്റെ ഒരു ഫ്രാഗ്രൻസ് എങ്ങനെയാ അറിയോ, നമ്മൾ കുളി കഴിഞ്ഞ് ഇറങ്ങിയിട്ടുള്ളൊരു അക്വാ മണല്ലേ, ആ ഒരു ബീച്ച് സൈഡിലൊക്കെ ചെല്ലുന്ന ആ ഒരു ഫീൽ നമുക്ക് കിട്ടും, കുളി കഴിഞ്ഞ് വരുന്ന പോലത്തെ. അപ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ള സ്മെല്ല് കേട്ടോ. അങ്ങനത്തെ ഒരു ഫ്രഷ് കൈൻഡ് ഓഫ് ഒരു സ്മെല്ലാണ് എനിക്കിഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഇതാണ് എനിക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടമുള്ളത്. പിന്നെ ഇത് നാച്ചുറലി ഗുഡ് ഡിയോഡ്രൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ബയോ ഗ്രീൻ ടീൻ്റെ ആണ്. ഇതിൻ്റെ ഒരു മണം ഒരു പച്ചയിലയുടെയൊക്കെ മണം. നമുക്കൊരു മൊത്തത്തിലൊരു പച്ചപ്പ് ഫീൽ ചെയ്യണം. എനിക്ക് അത്ര ഇഷ്ടമില്ല. ഒരു പച്ചയിലയുടെ പോലത്തെ അങ്ങനത്തെ ഒരു ചെറിയൊരു ഫ്ലോറൽ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു പച്ചപ്പൂവ്, പച്ചക്കാടിലൊക്കെ വരണം, അങ്ങനത്തെ ഒരു മണല്. ഞാൻ എങ്ങനെയൊക്കെയാണോ മണം എക്സ്പ്ലെയിൻ ചെയ്യണേ, അതേപോലത്തെയാണ്. ഇതെനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമില്ല. അങ്ങനെ ഒരു പച്ചപ്പ് എനിക്ക് മണക്കും. അടുത്ത വന്നിട്ട് ഈ ഒരു നിവ്യയുടെ ഡിയോ മിൽക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രഷ് റേഞ്ചിലുള്ളതാട്ടോ. ഇതും ഒരു ഫ്രഷ് ആയിട്ടുള്ള ഷേവിങ് ക്രീമിൻ്റെ മണം. ഷേവിങ് ക്രീമിൻ്റെ പോലത്തെ മണമാണ്. ഇത് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഇതാകുമ്പോൾ നമുക്ക് അണ്ടർ ആംസിൽ കുറച്ചും കൂടി സ്കിന്നിന് കുറച്ചും കൂടി നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നി. അങ്ങനത്തെ ഒരു ക്രീമി ടെക്സ്ചറിലുള്ളതാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് ഫ്രഷ് കാറ്റഗറിയിലുള്ളതാണ് ഞാൻ അണ്ടർ ആംസിന് റോൾ ഓൺ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാറുള്ളത്. പിന്നെ മറ്റേ ഡവിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ബ്ലൂ കളറിലില്ലേ, മൊത്തത്തിൽ ബ്ലൂ ഉള്ള ഫ്രഷ് കൈൻഡ് ഓഫ് സ്മെല്ലുകളാണ് എനിക്കിഷ്ടം അണ്ടർ ആംസിൽ യൂസ് ചെയ്യണം. അപ്പോൾ എൻ്റെ ഒരു വേർപ്പുമായിട്ട് അത് മിക്സ് ആയി കഴിയുമ്പോഴേക്കും നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു മണം, ഒരുപാട് മണമൊന്നും വലിയൊരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ചെറിയ നമ്മുടെ ആ വേർപ്പിൻ്റെ മണം വരില്ല, അങ്ങനത്തെ ഒരു സ്മെല്ലാണ്. സോ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതെൻ്റെ ഫസ്റ്റത്തെ പെർഫ്യൂം വീഡിയോ ആയതുകൊണ്ട് കുറച്ച് തെറ്റുകളൊക്കെ ഉണ്ടാവും, നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് കേട്ടോ. ഇതിനകത്ത് എൻ്റെ 2 ഫേവറേറ്റ് ആയിട്ടുള്ളത് ഇത് രണ്ടെണ്ണമാണ്. ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്. ഓക്കെ, ഇത് കുറച്ചൊരു ഫ്രൂട്ടി സ്മെല്ലാണ്. എനിക്ക് തോന്നുന്നു എനിക്ക് കുറച്ച് ഫ്രൂട്ടി ഫ്ലോറൽ സ്മെല്ലുകളോടാണ് കൂടുതൽ ഇഷ്ടം എന്ന് തോന്നുന്നു. ഇതെനിക്ക് കുറച്ചൊരു പൗഡേഴ്സിലൊക്കെ ഉള്ളൊരു മണമല്ലേ, അതേപോലെ എനിക്ക് തോന്നുന്നു ഫ്ലോറൽ പൗഡറിലൊക്കെ ഉള്ള മണമില്ലേ, അതേ കൂട്ട് അങ്ങനത്തെ ഒരു സ്മെല്ലാണിത്. ഇത് കുറച്ചൊരു ഫ്രൂട്ടി പക്ക ഓറഞ്ചിൻ്റെ സ്മെല്ല്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, സീ യു, ടേക്ക് കെയർ.